everyone, welcome to Exam While Learning. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ SSLC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഗ്രാമർ ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ടാഗ് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ വീഡിയോ വേണം മിസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് എന്ത്, നമ്മുടെ ഇംഗ്ലീഷിലെ ഗ്രാമർ എന്ന് പറയുന്നത് 5 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ഗ്രാമറിൽ പെട്ടതാണ് എന്ത്, ക്വസ്റ്റ്യൻ ടാഗും അതിൽ പെട്ടതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് റൂൾസ് ഉണ്ട്, പക്ഷേ റൂൾസ് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുന്ന പോലെ നമ്മളിങ്ങനെ റൂൾസ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് റൂൾസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അത് ആൻസറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫസ്റ്റ് റൂൾ എന്താ നോക്കിക്കേ മക്കളെ. ഏറ്റവും ബേസ് ആയിട്ടുള്ള റൂള്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏത് റൂളും ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു റൂള് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ഇപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെന്താണ് നിങ്ങൾ ചേർക്കേണ്ടത്, നിങ്ങൾ അതിന് നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഫ് ദ സെന്റൻസ് ഈസ് പോസിറ്റീവ് ദ ടാഗ് ബിക്കംസ് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ് തന്നതെങ്കിൽ നമ്മൾ ചേർക്കേണ്ട ടാഗ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് എന്താണ്, പോസിറ്റീവ് ആണ് തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാ, ഒരു സെന്റൻസ് ഉണ്ടായിരിക്കും, ഒരു കോമ വരും, എന്നിട്ട് ഇങ്ങനെ ഒരു ഡാഷും ഉണ്ടായിരിക്കും അല്ലേ, എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. സോ ബേസിക്കലി ദിസ് ഈസ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമുക്കൊരു സെന്റൻസ് തരും, എന്നിട്ട് ഇവിടെ നമ്മൾ ആ ടാഗ് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ടാഗ് എങ്ങനെയാണോ, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ടാവും, ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും അല്ലേ. ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും, ഇല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൂള് നമ്മൾ ഇനി പറയും. അപ്പോൾ ആദ്യം നോക്കുന്ന സിമ്പിളായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും. ഈ ഓക്സിലറി വെർബ് എന്താണെന്നൊക്കെ അറിയില്ലേ, ഈസ്, ആം, ആർ, ക്യാൻ, ഷാൾ, അതുപോലെ വിൽ പോലെയുള്ള വേർബ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഓക്സിലറി വേർബ് ഉണ്ടായിരിക്കും, ആ ഓക്സിലറി വേർബ് എടുത്തെഴുതുക. അതിൻ്റെ കൂടെ നെഗറ്റീവ് ആക്കാൻ എന്താ ചേർക്കേണ്ടത്, നെഗറ്റീവ് വേർഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ് മക്കളെ, നോ, നോട്ട് എന്നുള്ളത് ചേർക്കുമ്പോഴാണ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റിന് എന്താക്കാൻ പറ്റുന്നത്, നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓക്സിലറി വേർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും, നോട്ട് എന്ന് ചേർക്കും അല്ലേ. നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, ഈ എൻ ഇട്ടിട്ട് മുകളിൽ നമ്മളൊരു കോമ ഇടും, ടി ഇടുന്നത് അല്ലെ, കാണ്ട്, വോണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആം നോട്ട് എന്ന് പറയുന്ന സാധനം, ഈസിൻറ്റ്, ഡിഡിൻറ്റ് എന്ന് പറയുന്ന ഈ എൻ ടി ചേർക്കുന്ന ബേസിക്കലി എന്താണ്, എൻ്റെ ഫുൾ എന്താ, ഡിഡ് നോട്ട്, ഈസ് നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്സിലറി വേർബ് എഴുതും, അതിൻ്റെ കൂടെ നമ്മൾ നോട്ട് എഴുതും, ദെൻ എന്ത് ചെയ്യും, നമ്മുടെ സബ്ജക്റ്റ് എഴുതും. സ്റ്റേറ്റ്മെന്റിലുള്ള സബ്ജക്റ്റ് എന്താണോ അത് എഴുതും. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് റൂൾ വരുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ടാഗ് എന്താക്കണം, നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഈസി ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലുള്ള ഓക്സിലറി വേർബ് എഴുതുന്നു, അതിൻ്റെ കൂടെ നമ്മൾ എന്തെഴുതും, നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചേർക്കും, നമ്മുടെ സബ്ജക്റ്റ് എഴുതും. ഓക്കെ ആണല്ലോ. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, ഷീ ഈസ് ഹാപ്പി. ഇതാണ് നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണല്ലേ. ഇനി ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വരും, ഇവിടെ നോട്ട് വരും, ഷീ ഈസ് നോട്ട് ഹാപ്പി എന്നായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഷീ ഈസ് ഹാപ്പി, സോ ഇറ്റ്സ് എ പോസിറ്റീവ് സെന്റൻസ്. ഈ പോസിറ്റീവ് സെന്റൻസിലുള്ള സബ്ജക്റ്റ് നോക്കിക്കേ മക്കളെ, ഷീ ആണ് എന്ത്, നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ, ഷീ ആണ് സബ്ജക്റ്റ്, ഈസ് ആണ് എന്ത്, ഓക്സിലറി എന്ന് പറയുന്നത് എന്താണ്, ഈസ് ആണ്, ദെൻ ഹാപ്പി ഉണ്ട്. അപ്പൊ നമ്മുടെ ഫോർമുല എന്തായിരുന്നു, ഓക്സിലറി വേർബ് ആദ്യം എടുത്തെഴുതണം. എന്താണ് ഓക്സിലറി വേർബ്, ഈസ് അല്ലേ. ഈസ് എഴുതി, ഈസിന്റെ കൂടെ നമ്മൾ ആരെ ചേർക്കണം, നോട്ട് ചേർക്കണം അല്ലേ. കാരണം പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നെഗറ്റീവ് ആക്കണം. അപ്പൊ ഈസിന്റെ കൂടെ നമ്മൾ ആരെ എഴുതി, ഈസ് നോട്ട്, എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എന്താണ്, ഷീ അല്ലേ. അപ്പോൾ ഈസ് നോട്ട് ഷീ, അതായത് ഈസ് ഇൻ ഷീ എന്നാണ് എന്ത്, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ഓക്കെ ആണല്ലോ, ഈസി അല്ലേ, ഈസി അല്ലേ. ഇനി ഇത് നോക്കിക്കേ, ദേ പ്ലേ ഫുട്ബോൾ. പക്ഷെ ഇവിടെ ടീച്ചറെ ഇവിടെ എന്തില്ല, ഇവിടെ ഓക്സിലറി വേർബ് ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും.
അപ്പൊ ആ റൂള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇനി പറയുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ തൽക്കാലം നമ്മൾ എന്ത് ചെയ്തു വെക്കുന്നുണ്ട്, നമ്മളിവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു റൂള് പറയുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിക്കേ, നമ്മൾ മുകളിൽ ചെയ്ത പോലെയാണ്. ഇവിടെയുള്ള സബ്ജക്റ്റ് എന്താണ്, ഹി ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെയുള്ള ഓക്സിലറി വേർബ് എന്താണ്, ക്യാൻ എന്നുള്ളതാണ് നമ്മുടെ ഓക്സിലറി വേർബ്. നമ്മുടെ ഫോർമുല എന്താണ്, ഓക്സിലറി പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. അപ്പൊ എന്താ മക്കളെ ഇതിന്റെ ആൻസർ വരിക, ഒന്ന് കമന്റിലിട്ട്. ഓക്കെ, ആൻസർ ഞാൻ പറഞ്ഞു തരാത്ത എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഹി ക്യാൻ സ്വിം എന്നുള്ളതിന്റെ കൂടെ എന്തായിരിക്കും ഓക്സിലറി ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് എന്നൊന്ന് കമന്റ് ഇട്ടേ വേഗം. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത റൂള്, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കുക. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, നേരെ ഓപ്പോസിറ്റ്, നമ്മൾ പോസിറ്റീവ് ടാഗ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇഫ് ദ സെന്റൻസ് ഈസ് നെഗറ്റീവ്, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ദ ടാഗ് ബിക്കംസ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പണിയുള്ളൂ, നമുക്കൊന്നും ചെയ്യണ്ട. സ്റ്റേറ്റ്മെന്റിലുള്ള ഓക്സിലറി വേർബ് എടുത്തെഴുതുക, പ്ലസ് സബ്ജക്റ്റ് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, നമ്മളിവിടെ നോട്ട് ചേർക്കുന്നില്ല, കാരണം എന്താണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി എന്തുണ്ടായിരിക്കും, നോട്ട് അല്ലെങ്കിൽ നോ എന്നുള്ളത് ഉണ്ടായിരിക്കും, ഒരു നെഗേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഓക്സിലറി വേർബും സബ്ജക്റ്റും മാത്രം എടുത്ത് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ എന്ത് കിട്ടും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ടാഗ് കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് നോട്ട് റെഡി. ഷീ ഈസിന്റെ എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ഷീ ഈസ് നോട്ട് എന്നുള്ളതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, ഷീ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. ഈസ് നോട്ട് എന്നാണ് കേട്ടോ, ഇത് ഈസ് നോട്ട്. അപ്പോൾ ഇത് ബേസിക്കലി എന്താണ്, ഓക്സിലറി പ്ലസ് നോട്ടാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഓക്സിലറി വേർബ് എന്താണ്, ഈസ് ആണ് നമ്മുടെ ഓക്സിലറി വേർബ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാ കൊടുക്കേണ്ടത്, ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അല്ലേ. ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് കൊടുക്കേണ്ടത്. സോ വാട്ട് ഈസ് അവർ ഓക്സിലറി വേർബ്, ഈസ്. അപ്പൊ ഇവിടെ എന്താ കൊടുക്കണ്ടേ, ഈസ്. സബ്ജക്റ്റ് എന്താണ്, ഷീ അല്ലേ, ഷീ. സോ ദ ആൻസർ ഹിയർ ഈസ് ഷീ എന്നാണ്. ഷീ ഈസ് നോട്ട് റെഡി എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്, ഈസ് ഷീ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ രണ്ടാമത്തെ സെന്റൻസിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് കമന്റ് ഇട്ടേ. ദേ ഡോണ്ട് ലൈക്ക് ടീ. അവർക്ക് എന്ത് ഇഷ്ടമല്ല, ചായ ഇഷ്ടമില്ല. നമ്മുടെ സബ്ജക്റ്റ് എന്താണ് മക്കളെ, ദേ ആണ് സബ്ജക്റ്റ്. ഡു നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, നെഗറ്റീവ് ആയിട്ടുള്ളത്. അതായത് എന്താണ്, ഓക്സിലറി വേർബ് പ്ലസ് നോട്ട് ആണ്. സോ ഡു പ്ലസ് നോട്ട് എന്നുള്ളതാണ് എന്ത്, ഡു നോട്ട് എന്ന് പറയുന്നത്. സോ അവർ ഓക്സിലറി വേർബ് ഹിയർ ഈസ് ഡു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്, ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് എന്ന് കമന്റ് ഇട്ടേ. അടുത്ത ചോദ്യം, ഹി കാണ്ട് ഡ്രൈവ്. അഗെയിൻ സബ്ജക്റ്റ് എന്താണ്, ഹി എന്നാണ്. ഇവിടെ കാണ്ട് എന്ന് പറയുന്നത് എന്താണ്, ക്യാൻ പ്ലസ് നോട്ടാണ്. അതായത് ഓക്സിലറി പ്ലസ് നോട്ടാണ്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ഓക്സിലറി വേർബ് എന്താണ്, ക്യാൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരുന്നത്, ക്യാൻ, ഓക്സിലറി വേർബ് എടുത്തെഴുതി, സബ്ജക്റ്റ് എന്താണ്, ഹി എന്നുള്ളത് അല്ലേ. അപ്പോൾ ക്യാൻ ഹി കാൺ ഡ്രൈവ്, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് എന്ത്, ക്യാൻ ഹി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഈസി അല്ലേ ക്വസ്റ്റ്യൻ ടാഗ്. ഇനി അടുത്തൊരു റൂള് നോക്കിക്കേ, യൂസ് ദ സെയിം ഓക്സിലറി വേർബ്. അതായത് ദ ഓക്സിലറി വേർബ് ഇൻ ദ ടാഗ് മസ്റ്റ് മാച്ച് ദ മെയിൻ വേർബ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ടാഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കോമ, ദെൻ ക്വസ്റ്റ്യൻ ടാഗ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള ഓക്സിലറി വേർബ് ഏതാണോ അത് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാന്, നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന സമയത്ത് എഴുതാന്. അല്ലാണ്ട് നിങ്ങൾക്ക് അറിയുന്ന വേറെ ഒരു ഓക്സിലറി വെർബ് കൊണ്ടുപോയിട്ട് ഇടാൻ പാടില്ല. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹി ഈസ് എ ഡോക്ടർ. കണ്ടോ, ഹി ഈസ് എ ഡോക്ടർ. അതിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഇതെന്താണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ഓക്സിലറി വേർബ് ഈസ് ആണ്. ഇപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരേണ്ടത്, ഈസ് ഓക്സിലറി വേർബ് പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈസ് ഇൻ ഹി ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ഇവിടെ ഈസ് ഉണ്ട്, എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഡസ് ഇൻ ഹീന്നോ അല്ലെങ്കിൽ
വോണ്ട് ഹീന്നോ കനോട്ട് ഹീന്നോ ഒന്നും കൊണ്ടുപോയി കൊടുക്കരുത്. എന്താണോ തന്നിട്ടുള്ള ഓക്സിലറി വേർബ് അത് തന്നെ വേണം എന്ത് ചെയ്യാൻ, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ഷീ ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. ഓക്സിലറി വേർബ് എന്താണ്? ഹാസ് ആണല്ലേ. അപ്പോൾ ഹാസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഹാസ് നോട്ട് കൊടുക്കണം. ഹാസ് ഇൻറ്റ് ഷീ. ഓക്കെ. ദേ വിൽ കം. അതിന്റെ ആൻസർ എന്താണ് വരുന്നത്? വിൽ എന്നുള്ളതാണ്. വിൽ നോട്ട് എന്നുള്ളതിന്റെ വില്ലിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോഴാണ് വിൽ നോട്ട് വരുന്നത്. വിൽ നോട്ടിനെ നമ്മൾ ഷോർട്ട് ആക്കി എഴുതുന്നതാണ് എന്ത്? വോണ്ട് എന്ന്. ഓക്കെ. അപ്പോൾ വിൽ നോട്ട് ഹി ദേ എന്ന് എഴുതിയാലും ആൻസർ കിട്ടും. ഇനി ഇപ്പോൾ നിങ്ങൾ വോണ്ട് ദേ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പകരം ആറിൻ ദേന്നോ അല്ലെങ്കിൽ വേറൊരു ഓക്സിലറി വേർബ് ആണ് എഴുതുന്നത് എങ്കിൽ എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല. ഓക്കെ. ഇനി അടുത്ത റൂള്. ഇഫ് നോ ഓക്സിലറി. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ ഒരു ചോദ്യത്തിൽ ഉണ്ടായില്ലേ, നമുക്ക് സെന്റൻസ് തന്നു പക്ഷേ അതിൽ ഓക്സിലറി വേർബ് ഇല്ല. സോ വാട്ട് വിൽ വി ഡു? ഇഫ് നോ ഓക്സിലറി യൂസ് ഡു, ഡസ് ഓർ ഡിഡ്. അപ്പോൾ നമുക്ക് തന്ന സെന്റൻസിൽ എന്താണ്, ഒരു സിമ്പിൾ പ്രസന്റോ അല്ലെങ്കിൽ പാസ്റ്റ് വെർബോ ആണെങ്കിൽ V1 V2 ആണ് വേർബ് എങ്കിൽ നമ്മൾ ചേർക്കേണ്ട ഓക്സിലറി വേർബ് ഏതൊക്കെയാണ്? ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ഡിഡ് ചേർക്കുക? നിങ്ങൾക്ക് തന്നിട്ടുള്ള വേർബ് V2 ആണെങ്കിൽ നമ്മൾ ആരെ ചേർക്കും? നമ്മൾ ഡിഡ് ചേർക്കും. ഇനി നിങ്ങൾക്ക് തന്ന വേർബ് V1 ആണ്. V1 തന്നെ സിംഗുലർ ആണ്, ഒരൊറ്റ സബ്ജക്റ്റ് ഒരാളുള്ളൂ, ഹി അല്ലെങ്കിൽ ഷീ എന്നാണ് സബ്ജക്റ്റ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ആരെ ചേർക്കും? നമ്മൾ ഡസ്സിനെ ചേർക്കും. ഇനി നിങ്ങൾക്ക് തന്ന വേർബ് V1 ആണ്, പക്ഷേ വന്നിട്ടുള്ള സബ്ജക്റ്റ് ആരൊക്കെയാണ്? ദേ എന്നാണ്, അല്ലെങ്കിൽ വി എന്നാണ്, അല്ലെങ്കിൽ ഐ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐയും യു ആക്ച്വലി ഒരാളുള്ളൂ എങ്കിലും നമ്മൾ പ്രസന്റ് ടെൻസിന്റെ കേസിൽ നമ്മൾ അവരെ എന്തായിട്ട് കണക്കാക്കും? നമ്മൾ പ്ലൂരൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ വി, ഐ, അതുപോലെ യു ആണെങ്കിൽ ആരെ ചേർക്കും മക്കളെ? നമ്മൾ ഡൂവിനെയാണ് ചേർക്കുന്നത്. ഐ ഒരാളുള്ളൂ അല്ലോ ടീച്ചറെ, അപ്പം ഞാൻ ഡസ് അല്ലേ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല, നമ്മൾ ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? നമ്മൾ ഡൂവിനെയാണ് ഐയും യുവും വരുമ്പോൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. V2 ആണ് കിട്ടിയിട്ടുള്ള വേർബ് എങ്കിൽ നമ്മൾ ഡിഡ് ചേർക്കും. V1 ഹി അല്ലെങ്കിൽ ഷീ ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഡസ് ചേർക്കും. ഇനി V1 ദേ, വി അല്ലെങ്കിൽ ഐ, യു ആണെങ്കിൽ നമ്മൾ ആരെ ചേർക്കും? നമ്മൾ ഡൂവിനെ ചേർക്കും. ഓക്കെ. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കേ. ഷീ സിങ്സ് വെൽ അല്ലെ. സബ്ജക്റ്റ് ഇതാ ഷീ ഉണ്ട്. നമുക്ക് തന്ന വേർബ് എന്താണ്? V1 ആണല്ലേ, സിങ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു V1 കൂടെ എസ് ചേർത്താലാണ് എന്ത് കിട്ടുക? നമുക്ക് സിംഗുലർ ഫോം കിട്ടുക. അപ്പൊ ഇവിടെ ഷീ ഒരാളുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചേർത്തിട്ടുള്ളത്? എസ് ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? ഇതെന്ത് ടെൻസാ? V1 ആണോ V2 ആണോ പറഞ്ഞേ? V1 ആണല്ലേ. അപ്പൊ V1 ആവുമ്പോ നമ്മള് ഒരാളാണെങ്കിൽ ഡസ് ചേർക്കും, ഒന്നിലധികം ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐയോ യുവോ ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഡു ചേർക്കും. അപ്പൊ ഇവിടെ ഒരാളുള്ളൂ, അപ്പൊ നമ്മൾ ഇവിടെ ചേർക്കേണ്ട ഏതാണ്? ഡസ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ ചേർക്കേണ്ട ഓക്സിലറി ഇവിടെ ഏതാണ്? ഡസ് ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഏതാ നോക്കിക്കേ മക്കളെ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ടാഗ് എന്ത് വരണം? ടാഗ് നെഗറ്റീവ് വരണം. അപ്പൊ നമ്മൾ എന്ത് ചേർക്കും? ഡസ് നോട്ട് എന്ന് ചേർക്കും. നമ്മുടെ സബ്ജക്റ്റിനെ എടുത്തെഴുതും അല്ലേ. അപ്പോൾ ഡസ് നോട്ട് ഷീ. ഇതാണ് ഇതിന്റെ ടാഗ്. ഇനി അടുത്ത നോക്കിക്കേ. ദേ പ്ലേ ഫുട്ബോൾ. നമ്മൾ നേരത്തെ ചെയ്യാണ്ട് വെച്ച ചോദ്യം. ദേ പ്ലേ ഫുട്ബോൾ. ഇതിന്റെ ആൻസർ എന്താ നോക്കിക്കേ. അപ്പൊ ഒന്ന് പറഞ്ഞേ, കമന്റിൽ ഇട്ടേ. സബ്ജക്റ്റ് ദേ ആണ്, ഒന്നിലധികം ആളുകളുണ്ട്. പ്ലേ എന്ന് പറയുന്നത് V1 ആണ്. അപ്പൊ V1 ആണ്, ഒന്നിലധികം ആളുണ്ട്, പ്ലൂരൽ ആണ്. എന്താണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത്? വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഹിയർ? കമന്റ് ബിലോ. ഓക്കെ. അടുത്ത ചോദ്യം. ഹി വെന്റ് ഹോം. അഗൈൻ ക്വസ്റ്റ്യൻ ടാഗ് ഓക്സിലറി വേർബ് ഇല്ല, സബ്ജക്റ്റ് ഹി ആണ്. വേർബ് എന്താ മക്കളെ? V2 ആണ്. വെന്റ് അല്ലേ, ഗോ വെന്റ് അല്ലെ. ഗോ എന്ന് പറയുന്നതിന്റെ V2 പാസ്റ്റ് ടെൻസ് ആണ് എന്ത്? വെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വേർബ് എന്താണ്? V2 ആണ്. V2 ആണെങ്കിൽ സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും നമ്മൾ എന്താ ചേർക്കുക? നമ്മൾ ഡിഡ് ആണ് ചേർക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചേർക്കുക? ആദ്യം നമ്മൾ ഇവിടെ എന്ത് എഴുതും? ഡിഡ് എന്ന് എഴുതും. സെന്റൻസ് എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആകുമ്പോൾ നമ്മൾ ആരെ ആഡ് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് ടാഗ് അല്ലേ ആഡ് ചെയ്യേണ്ട. അപ്പൊ നമ്മൾ നോട്ടിനെ ചേർക്കും. നമ്മുടെ സബ്ജക്റ്റ് എന്താണോ എടുത്തെഴുതും, ഹി. അപ്പൊ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത്? ഡിഡ് നോട്ട് ഹി എന്നാണ് നമ്മുടെ
ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഐ സിങ് വെൽ. ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ്. വേർബ് എന്താണ്? സിങ്. V1 ആണല്ലേ. ഞാൻ പറഞ്ഞു ഒരാളുള്ളൂ, പക്ഷെ നമ്മൾ സിങ്സ് എന്നല്ല കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലൂരൽ ആയിട്ടാണ് പ്രസന്റ് ടെൻസിന്റെ കേസിൽ ഐനെയും യുവിനെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ V1 ആണ് ഐ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചേർക്കേണ്ടത്? ആൻസർ പറഞ്ഞേ, കമന്റ് ഇട്ടേ, ഒന്ന് പറഞ്ഞേ. അപ്പോ V1 ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഡു അല്ലെങ്കിൽ ഡസ് ആണ് ചേർക്കേണ്ടത്. നമുക്ക് ഒരാളേ ഉള്ളൂ, പക്ഷെ ഐ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ഡസിൻറ്റ് ഐ എന്നാണോ ഡോണ്ട് ഐ എന്നാണോ ആൻസർ വരേണ്ടത്? കമന്റ് ഇട്ടേ. അപ്പോ അടുത്ത റൂളാണ് നമ്മൾ നോക്കുന്നത്. എന്താ മക്കളെ? ഇംപറേറ്റീവ് സെന്റൻസ് ആണ് എന്ത് അടുത്ത റൂൾ. അപ്പൊ നമുക്ക് വരുന്നത് ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ, എന്താണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബേസിക്കലി ദർ ആർ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ് മുതൽ ബേസിക് ഇംഗ്ലീഷ് ആണ്, പക്ഷെ നമുക്ക് എന്തില്ല, സമയമില്ല. നമുക്ക് ബേസിക് ഇംഗ്ലീഷ്, അതായത് ടൈപ്സ് ഓഫ് സെന്റൻസ് അല്ലെങ്കിൽ ടെൻസുകളൊക്കെ പഠിപ്പിച്ചു തരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് ടൈം വിച്ച് വി ഡോണ്ട് ഹാവ്. അപ്പൊ നമുക്ക് എന്താണ്, ഞാൻ ജസ്റ്റ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ കമാൻഡ് അല്ലെങ്കിൽ എന്തായിരിക്കും? റിക്വസ്റ്റ് ആയിരിക്കും. ഒന്നുകിൽ ഒരു ഉത്തരവായിരിക്കും, ഗെറ്റ് ഔട്ട്, ഗോ ദേർ എന്നുള്ള, സിറ്റ് ഡൗൺ എന്നുള്ള കമാൻഡ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ റിക്വസ്റ്റ്, പ്ലീസ് ഗിവ് മീ ദാറ്റ്, പ്ലീസ് ടേക്ക് മീ ദേർ, അങ്ങനെയുള്ള റിക്വസ്റ്റുകളാണ് എങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് എന്താ മക്കളെ? കമാൻഡുകളാണെങ്കിൽ വി ഹാവ് ടു ആഡ് വിൽ യു. ഓക്കെ, കമാൻഡുകളാണെങ്കിൽ വി നീഡ് ടു ആഡ് വിൽ യു. ഇനി റിക്വസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? വോണ്ട് യു എന്ന് ചേർക്കണം. ഓക്കെ ആണല്ലോ. കമാൻഡുകളാണെങ്കിൽ എന്താണ് ചേർക്കേണ്ടത്? വിൽ യു ആണ് ചേർക്കേണ്ടത്. റിക്വസ്റ്റ് ആണെങ്കിൽ എന്താണ് ചേർക്കേണ്ടത്? വോണ്ട് യു എന്നാണ് ചേർക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ക്ലോസ് ദ ഡോർ അല്ലെ? ക്ലോസ് ദ ഡോർ, ഡോർ അടക്ക്. അവിടെ എന്താ ചേർക്കേണ്ടേ? വിൽ യു ആണ് ചേർക്കേണ്ടത്. ഇനി ഓപ്പൺ യുവർ ബുക്ക് ആണെങ്കിൽ എന്താ ചേർക്കേണ്ടത് മക്കളെ? വിൽ യു ആണ് ചേർക്കേണ്ടത്. അടുത്ത നോക്കിക്കേ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ് അല്ലെ? അപ്പോ എന്താണ് ഇവിടെ? ഷാൾ വി ആണ്, വില്ലല്ല ചേർത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഐ അല്ലെങ്കിൽ യു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? വില്ല് ചേർക്കുന്നത്. ഇനി ഡേ, അതായത് വി എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഷാൾ ആണ് ചേർക്കുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ് എന്ന് പറയുന്നത് ലെറ്റസ്, അസ് എന്നുള്ളത് പറയുമ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഷാൾ ആണ്. വിൽ വി എന്നല്ല ചേർക്കേണ്ടത്, ഷാൾ വി ആണ് ചേർക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത റൂള് നോക്കിക്കേ. നമുക്ക് 2 സ്പെഷ്യൽ കേസാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പാണിത്. കാരണം എന്താണ്? കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയതുകൊണ്ട് ദിസ് മേ ബി ആസ്ക്ഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്താ മക്കളെ? ഇതാ, ഐ ആം എന്നാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സെൻറ്റൻസിൽ ഐ ആം ഗോയിങ് ദർ അല്ലെങ്കിൽ ഐ ആം പ്ലേയിങ് ദിസ് അങ്ങനെയുള്ള സെൻറ്റൻസുകളാണെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ആറിൻ്റെ ഐ ആണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, മാം ഇവിടെ തന്നിട്ടുള്ള ഓക്സിലറി വേർബ് പക്ഷേ ആം ആണല്ലോ എന്ന് പറയും. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കേസിൽ നമ്മൾ ഐൻ്റെ കൂടെ ആം അല്ല ചേർക്കേണ്ടത്. ആമിൻ്റെ ഐ എന്നല്ല ചേർക്കുന്നത്, ആറിൻ്റെ ഐ ആണ് ചേർക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? ലെറ്റ് അസ് എന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ലെറ്റസ് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ഷാൾ വി ചേർക്കണം. വിൽ വി അല്ല ചേർക്കേണ്ടത്. എന്ത് ചേർക്കണം? ഷാൾ വി ചേർക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. എന്ത്? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. ആകെ നമ്മൾ കാണാതെ പഠിക്കണം എന്നുള്ള റൂൾസ് എന്താണ്? കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് വരുമ്പോൾ കമാൻഡ് വന്നാൽ വിൽ യു ചേർക്കണം. റിക്വസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? വോണ്ട് യു ചേർക്കണം. ഐ ആം ആണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ആറിൻ്റെ ഐ എന്നാണ്. ഇനി ലെറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ എന്ത് കൊടുക്കണം? ഷാൾ വി കൊടുക്കണം. ഇനി അതല്ലാതെ എന്താ പിന്നെ ഉള്ളത്? നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്താ ചേർക്കേണ്ടത്? നമ്മൾ നെഗറ്റീവ് ടാഗ് ആണ് ചേർക്കേണ്ടത്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചേർക്കണം. അതല്ലാണ്ട് പിന്നെ എന്താ ഉണ്ടായിരുന്നത്? നമുക്ക് ഓക്സിലറി വേർബ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ആണ് ചേർക്കേണ്ടത്. വേർബ് V1 ആണോ V2 ആണോ, അതുപോലെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഓക്സിലറി വേർബ് ഉള്ള കേസാണെങ്കിൽ തന്ന ഓക്സിലറി വേർബ് ഏതാണോ അത് തന്നെ വേണം ടാഗിലും കൊണ്ടുപോയിട്ടിടാൻ. അല്ലാണ്ട് നമ്മളായിട്ട് പുതിയത് എനിക്ക് ഈ ടാഗ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഓക്സിലറി വേർബ് ഇഷ്ടമല്ല അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള ഓക്സിലറി വേർബേ ചേർക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഇന്നലെ കുറച്ച് പേര് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത്?
ഗ്രാമർ ലാസ്റ്റിക്ക് എഴുതിയാൽ പറ്റൂലേ, ഫസ്റ്റ് എഴുതുമ്പോൾ തെറ്റിപ്പോയാലോ ടെൻഷനാണ്. മക്കളെ, നിങ്ങൾ എക്സാം ഹാളിൽ എക്സാം എങ്ങനെ എഴുതണം, എക്സാം പേപ്പർ എങ്ങനെ എഴുതണം എന്നുള്ളത് എന്താണ്, ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്കിപ്പോൾ ആദ്യം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് താല്പര്യം, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് എങ്കിൽ എന്താണ്, അങ്ങനെ തന്നെ എഴുതിക്കോ. യു ഡോണ്ട് ഹാവ് ടു ലൈക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം എന്നല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തർ എന്താണ്, നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ദർ ഈസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാമർ വേണേൽ ആദ്യം എഴുതാം, ഗ്രാമർ വേണേൽ അവസാനം എഴുതാം. ഇനി അല്ല, വൺ വേർഡുള്ള ഗ്രാമർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫേസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്പർ ഇട്ട് വെച്ചിട്ട് 2 ലൈന് വിട്ടിട്ട് എന്ത് ചെയ്യാം, അടുത്ത അറിയുന്ന ആൻസർ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ആൻസർ എഴുതാൻ പറ്റും. എഴുതുന്ന കാര്യം എന്താവുക, നീറ്റായിട്ട് വൃത്തിക്ക് എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ റൂൾഡ് പേപ്പേഴ്സ് ആണ് എന്നാണ് ഞാനിപ്പോൾ കമൻസ് നിന്ന് മനസ്സിലാക്കിയത്. ഞാൻ എഴുതുന്ന സമയത്ത് ഇറ്റ് വാസ് അൺറൂൾഡ്. ഇപ്പോൾ റൂൾഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ്സ് വെരി ഈസി ഫോർ യു. നിങ്ങൾക്ക് എന്ത് നോക്കണ്ട, ഞങ്ങളൊക്കെ എഴുതുമ്പോൾ എന്താ ടെൻഷൻ, ഇത് വളഞ്ഞു പോവുമല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണെന്നൊക്കെയുള്ള ടെൻഷൻ. ഇപ്പം അതൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എഴുതി പോയാൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്ത്, നമ്മുടെ സ്ട്രാറ്റജി വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ റൂൾഡ് എഴുതുന്ന സമയത്ത് കറക്റ്റ് മക്കളെ വൈൻ്റെ ഒക്കെ വര എന്ത് ചെയ്യണം, അടിയിലോട്ട് പോകണം. ഓക്കെ ആണല്ലോ, വൈ ഇങ്ങനെ എഴുതരുത്, സ്മോൾ ലെറ്റർ വൈ അങ്ങനെ തന്നെ എഴുതുക, അടിയിലോട്ട് വരിക. സ്മോൾ ലെറ്റർ പി ഇങ്ങനെ തന്നെ വരണം, ക്യാപിറ്റൽ പക്ഷെ ഇങ്ങനെ ആവണം. എച്ചും എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക, എച്ചും എന്നും. അതുപോലെ നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് വരുന്നതാണ് എന്തെന്നറിയോ, യുവും വിയും ഒരുപോലെ ഇരിക്കും കാണാൻ. അതുപോലെ ആറും എസും ചിലരുടേത്, ഈവൻ എൻ്റെ പോലും ഇതാണ്, ഞാൻ കൂട്ടി എഴുതുന്ന സമയത്ത് നമ്മൾ അവർ എന്നിങ്ങനെ എഴുതുക, അതേപോലെ തന്നെ അസ് എന്ന് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം അതൊക്കെ പറ്റുമെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കൂട്ടി എഴുതുന്നവർക്കാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പം നമ്മളൊക്കെ ഇപ്പം വലുതായി ഡിഗ്രിയും പി ജി ഒക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ 11th and 12th നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അതൊക്കെ കാരണം എന്ത് വരും, നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ പോകും. അപ്പോൾ നിങ്ങൾ എഴുതുന്ന വേർഡ്സും കാര്യങ്ങളും നിങ്ങളെ എക്സാമിൻ ചെയ്യുന്ന എക്സാമിനർക്ക് അല്ലെങ്കിൽ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അത് റീഡബിൾ ആണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പം അതിനനുസരിച്ച് വൃത്തിയിൽ എഴുതുക. റൂൾഡ് പേപ്പർ ആണെങ്കിൽ ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് സുഖമായി. അപ്പം എന്ത് ചെയ്യുക, അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യം ഈസി ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് എന്ത് വേണം, പഠിച്ചിട്ട് വേണം എഴുതാൻ, വൃത്തിയിൽ വേണം എഴുതാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതുക, ടൈം മാനേജ് ചെയ്തിട്ട് എഴുതുക. വേറെ ഒരു പ്രശ്നമില്ല, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആദ്യം എഴുതണമെങ്കിൽ എഴുതാം, ഇനി ലെറ്റർ ആണ് എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ ആണല്ലോ. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ, അതിൽ തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നോക്കി പോവുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമേ ഉണ്ടാവൂ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറി ഉണ്ട്, ഒരു ലെറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ 1ാം ക്ലാസ് മുതൽ എഴുതി പഠിക്കുന്നതല്ലേ ഡയറി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ്, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളെ എക്സ്പെക്ട് ചെയ്യുന്ന യു നീഡ് ടു നോ ദ ഫോർമാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ലെങ്തി വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. ബൈ, ഓൾ ദ ബെസ്റ്റ്.